what to say. This is my first video. So welcome everyone to my first video. And കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഐ വാണ്ട് ടു ടേക്ക് എ വീഡിയോ ബിക്കോസ് എനിക്കിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടണം, അതുപോലെ തന്നെ കുറേ വീഡിയോസ് വ്ളോഗ് ചെയ്യണം, കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആസ് യു ഓൾ നോ, നമ്മളെ ഒരു അങ്ങനെ വിചാരിച്ചിരിക്കുന്ന പലർക്കും ഉള്ള ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. നമ്മുടെ പബ്ലിക്കലി നമ്മൾ ഈ ഫോൺ പിടിച്ചിട്ട് നടക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്, ഫാമിലിയിൽ നിന്ന് എത്രത്തോളം നമുക്ക് സപ്പോർട്ട്സ് ഉണ്ടാവും എന്നുള്ളൊരു കളിയാക്കൽ, പുച്ഛം മുതലായ എല്ലാ സാധനങ്ങളും നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലാസ്റ്റ് 2 weeks മുന്നേ ഞങ്ങളൊരു വിത്ത് മൈ ഫാമിലി ആൻഡ് അവർ ഫ്രണ്ട്സ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് പോയപ്പോൾ നമ്മൾക്ക് ഞാൻ നമ്മുടെ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് നിന്ന സമയത്ത് വെറുതെ ഒന്ന് സംസാരിച്ചു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ഫ്രണ്ട്സും കൂടി ആയതുകൊണ്ട്. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുടെ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ, മുന്നിൽ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു ഇൻസെക്യൂരിറ്റി, ആ ചമ്മലൊക്കെ ഒന്ന് പോയി. ഓക്കെ, പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും അങ്ങനെ പോകുമോ എനിക്കറിയില്ല, പക്ഷെ അന്ന് പോയി. അത് ഫ്രണ്ട്സ് ആയതുകൊണ്ടാവാം, ഫാമിലിയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ ഞാൻ അന്ന് കുറച്ച് അധികം വീഡിയോസ് നമ്മളെടുത്തു. സോ ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അന്നൊരു 1 day ട്രിപ്പ്, ആൻഡ് ദിസ് ടൈം ഒരു 2 day ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ അതന്നെ പോയി. പക്ഷേ സം ഇൻസിഡൻസ് ഹാപ്പൻഡ്. ആ ഇൻസിഡൻസിൽ തന്നെ അതൊക്കെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ അത് ഹാപ്പി എൻഡിങ് ആക്കി. സോ അന്നെടുത്ത കുറേ വീഡിയോസ് ഉണ്ട്, കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കുറേ ലോങ് ആയിപ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ വീഡിയോസ് എടുത്തപ്പോൾ പെട്ടെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ ഒരു ഇൻട്രൊഡക്ഷനോ ഒരു എൻഡിങ്ങോ ഒന്നും ഞാൻ അതിന് കൊടുക്കാൻ പറ്റിയില്ല. സോ നിങ്ങൾ എന്തായാലും ആ വീഡിയോസ് ഒന്ന് പോയി കാണും, കണ്ടിട്ട് വാ. ഹായ് ഗായ്സ്. യെസ്, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു കാടിന് നടക്കാണ്. നിങ്ങൾ കാണുമ്പോൾ ഒത്ത കാട് കണ്ടോ, നല്ല ഒത്ത കാട്, ഒരു വഴി. നമ്മളെ കൂടെ ഉള്ളവരാണ് ആ ബാക്കിൽ കൂടെ പോകുന്നത്, ഞങ്ങളെ കൂട്ടാണ്ട് പോയിരിക്കുന്നത്. അതെ, സത്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തോ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടപ്പടലം മൂഞ്ചി എന്ന് പറഞ്ഞാൽ അട്ടപ്പടലം മൂഞ്ചിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ആ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബാംബു പാർക്കിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ്റെ വീടാണ് ബാക്കിൽ കാണുന്നത്. ഓക്കെ, ആ ബാക്കിൽ കാണുന്ന വീട് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ നല്ല കൊത്തുപണികളൊക്കെ ഉള്ള കുറച്ച് ആനയാണോ അത്? No, that's a cow. എന്തായാലും ഒരു സാധനം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അത് വേറെ എന്തോ സാധനം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ആ അങ്കിളുടെ വീട്ടിൽ കയറിയപ്പോൾ ആ അങ്കിളുടെ ആണ് ഈ സ്ഥലങ്ങളെല്ലാം. അത് നമുക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. ഇത് ഇപ്പോൾ ഈ ബാക്കിൽ കണ്ടത് കുറച്ച് കുറച്ച് ഫോറസ്റ്റ് പോലെ പുള്ളി ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇത് റബ്ബറാണ്. ഇതെല്ലാം ഒരു 2.5 ഏക്കർ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചതാണ്. നമ്മളിപ്പോൾ പോകുന്ന ബാംബു പാർക്കും അതെ 2.5 ഏക്കർ ഉണ്ട്. അത് റബ്ബർ തോട്ടമായിരുന്നു. ആ അങ്കിള് അതൊക്കെ വെട്ടി അവിടെ ബാംബു ഒരു സംരംഭം തുടങ്ങിയതാണ്. അതെ, പല വെറൈറ്റീസ് ഓഫ് ബാംബു. നമ്മൾ കാണുമ്പോൾ ബാംബു എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ ഒരു ബാംബു അറിയുള്ളൂ. വാട്ട് റൈറ്റ് നൗ ഈസ് ബാംബു കൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ടെന്നാണ് അങ്കിള് പറഞ്ഞത്. ആ യൂസസ് ഇൻ ദ സെൻസ് നമുക്ക് ഓക്സിജന്റെ ഒരു മെയിൻ സ്രോതസ്സാണ് ബാംബു എന്നാണ് പറയുന്നത്. ആൻഡ് ഈ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് ഈ വരുന്നത്. ഇത് നമ്മളെ കൂട്ടത്തിലുള്ള 2 കുരുന്ന് സുന്ദരികൾ. കുരുന്നല്ലേ, വലുതാണോ? അപ്പൊ കെട്ടിക്കാറായ 2 സുന്ദരികൾ ആണ്. പൈനാപ്പിൾ ഗാർഡൻ ഗൈസ്. ഇപ്പൊ ഇവിടെ ബാക്കിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഒന്നാം തരം പൈനാപ്പിൾ ഗാർഡൻ.
പൈനാപ്പിൾ ഗാർഡൻ. പൈനാപ്പിൾ ഗാർഡൻ അല്ല, പൈനാപ്പിൾ കൃഷി ഫാം. ഓക്കെ, നമ്മൾ ഇതാണോ ബാംബു ഗാർഡൻ, ബാംബു പാർക്ക്? അപ്പോൾ നമ്മളിപ്പോൾ ബാംബു പാർക്ക് എന്നാണ് പറഞ്ഞെങ്കിലും ഇവിടെ എൻട്രൻസിൽ കുറച്ച് ബാംബൂസ് കാണുന്നുണ്ട്, പിന്നെ എല്ലാം തേക്കാണ് ഇവിടെ കാണുന്നത്. ആ ചേട്ടൻ പറഞ്ഞത് നമ്മൾ ഇവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ചൂടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ ചൂടുണ്ടാവില്ല, ഫുൾ തണുപ്പായിരിക്കും പറഞ്ഞത്. തണുപ്പ് കാരണം ബാംബു പ്രൊവൈഡ്സ് ഓക്സിജൻ. നമ്മളുടെ കയ്യിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ബാംബു വലിച്ചെടുക്കും ആൻഡ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ആ ചേട്ടൻ പറഞ്ഞത് ഒരു 200 ഏക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗ്രാമത്തിലേക്കുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം അത്രയ്ക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ് ബാംബു. ലെറ്റ്സ് സീ. ഓക്കെ, ഇതേ ഇപ്പോൾ ബാക്കിലോട്ട് നമ്മളിപ്പോൾ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഞാൻ ജസ്റ്റ് തിരിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട്. ആൻഡ് ബാക്കിലേക്ക് ഫുൾ ബാംബൂസ് ആണ്. ആൻഡ് നമ്മുടെ കൊച്ചു സുന്ദരി ആയിരതേ നടക്കുന്നുണ്ട്. കൊച്ചു സുന്ദരി അല്ല, അവളെ കെട്ടിക്കാറായെന്ന് അവളുടെ പറഞ്ഞത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ എക്സ്പ്ലോറേഷൻ. ആൻഡ് ഇവിടേക്ക് എത്തിപ്പെട്ട കഥ നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിന് കുറച്ച് പേരെ കാണിച്ചു തരാം. ദിസ് ഈസ് ഹാമി ആൻഡ് നമ്മുടെ കൊച്ചു സുന്ദരികൾ. ഇവളെ കെട്ടിക്കാറായതാണ്. പ്രത്യേക എന്താണ്? ഓ, ആക്ച്വലി നമ്മളിതേ ബാംബു ഒരു സൂപ്പർ വ്യൂവിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് വ്യൂ അല്ല, ആൻഡ് നമ്മൾ ഇപ്പോൾ ഒരു ഇവിടെ ഒരു ചെറിയൊരു ആറ്. എടാ, ആറിന്റെ പേരെന്താ? മീനച്ചില ആറ്. ഇതിന്റെ ഒരേ എൻഡില് മീനച്ചില ആറ്. ഓക്കെ, ഇതിന്റെ ഒരു എൻഡിലുണ്ടെന്നാ പറഞ്ഞത്. ആൻഡ് ആ അങ്കിള് പറഞ്ഞത് അങ്കിള് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞേ. അതവിടെ അങ്ങനെയുള്ള സെറ്റപ്പുകളുണ്ട്, നമുക്ക് കാണാം. സോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ബാംബു പാർക്കിലൂടെയാണ്. ടു ബി ഫ്രാങ്ക്, ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. കുറേ ബാംബു നട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വന്ന് കാണാൻ നിങ്ങളെ ഞാൻ പറയൊന്നുമില്ല, നിങ്ങൾ വന്ന് കാണണമെന്നില്ല, അത്രയ്ക്കും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷേ പുള്ളി പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെങ്കിൽ ഓക്കെ. അല്ലാതെ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വന്ന് കാണാനുള്ള പ്രതീക്ഷയൊന്നുമില്ല. എന്തിനാണ്? ഓക്കെ, ആൻഡ് സീരിയസ്ലി സ്പീക്കിംഗ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ചുറ്റിലാണ് ബാംബു പാർക്ക് വരുന്നത്. ആൻഡ് ഇപ്പോൾ ഇവിടെ കുറച്ച് സീറ്റ്സ് വെച്ചിട്ടുണ്ട്, കണ്ടോ? സീറ്റ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. ഐ മീൻ നമുക്ക് ടയേർഡ് ആകുമ്പോൾ ഇരിക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് സ്പേസ് നമുക്ക് കാണുന്നുണ്ടാവും, ഒരു ഗ്രീനിഷ് ആയിട്ട്. ദാറ്റ് ഈസ് കുറച്ച് ഫോറസ്റ്റ് പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ആൻഡ് ഇവിടെ ഒരു എന്താ മീനച്ചാറാ? എന്താറ്? മീനച്ചില ആണ് ഇവിടെ ബാക്കിൽ കാണുന്നത്. ഓക്കെ, ദിസ് ഇസ് മീനച്ചില. അതെ. ആൻഡ് ഇത് നമ്മുടെ തൊട്ട് ഇവിടെ കൂടി പോകുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ബാംബു പാർക്ക്. അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമ്മളിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ആക്ച്വലി ഒരു നട്ടുച്ച സമയമാണ്, ഏകദേശം 12 മണിയായിട്ടുണ്ട്. ബട്ട് ആ ഒരു വെയിലടിക്കുന്നില്ല, ഭയങ്കര കൂളിംഗ് ഒന്നും അല്ല. ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കുന്നത്, പക്ഷെ അത്രയൊന്നുമില്ല. നമുക്ക് നമ്മൾ അവിടെ നിന്ന് വ്ളോഗ് അവസാനിപ്പിച്ചു. ഇപ്പൊ ഞങ്ങളെ കോലം കണ്ടാൽ വേർത്ത് കുളിച്ച് പൊടി. സോ അതെ, എന്നുവെച്ചാ നമ്മള് അവിടെ ചെന്നു, ഇതൊക്കെ കഴിഞ്ഞ് പോന്നു. കുട്ടികളെല്ലാവരും കുറച്ച് ടെസ്പാണ് എന്ന് വെച്ചാൽ ഫുള്ള് കൊതുകാണ്. ഫുള്ള് കൊതുക് അടിച്ചു. ഈ ബാക്കിലുള്ള എന്റെ മകൾ മാങ്ങ കണ്ടു, തേങ്ങ കണ്ടു. അങ്ങനെയാണ് കഥകൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്. ഹായ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇത് വരുന്നത് ദ ക്വൈറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇറ്റ്സ് ലുക്ക് സോ ഗുഡ്. ലൈക്ക് ഒരു വീടാണ് ആക്ച്വലി. ഇത് ഓണേഴ്സിൻ്റെ വീട് ഇരുന്ന, അതായത് അവരുടെ പഴയ വീടിരുന്ന സ്ഥലത്ത് ബിൽഡ് ചെയ്തതാണ്. ആൻഡ് ഇപ്പോൾ അവർ വേറെ വീട് വയ്ക്കുന്നു. ആൻഡ് ദേ ആർ നോട്ട് ഹിയർ ലൈക്ക് ദാറ്റ്. അപ്പം
നമ്മളുടെ പ്രോപ്പർട്ടി വരുമ്പോൾ ഇത് എൻട്രൻസ് ആണ്. ആൻഡ് ഇവിടെ കുറേ സ്പേസസ് വരുന്നുണ്ട്. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ലോട്ട് ഓഫ് സ്പേസ്. ഒരു അത്യാവശ്യം എന്തെങ്കിലും ഫങ്ഷനൊക്കെ വേണമെങ്കിൽ ഒരു 100, 200, 250 ഒക്കെ ഫങ്ഷൻ നടത്താമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ പറ്റിയ ഒരു എസ്തെറ്റിക് വൈബ്. ഇതിപ്പോൾ പുറത്ത് ഉള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. എവിടെ ഫോൺ വെച്ചാലും, അതായത് നമ്മളൊരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ എവിടെ ഫോൺ വെച്ചാലും ഇറ്റ്സ് അമേസിങ് ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പൂൾ, നമ്മുടെ റൂംസ്, കർട്ടൻസ്, എവ്രിതിങ് ഈസ് സോ ഗുഡ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇന്നൊരു ദിവസം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർനൂൺ നമ്മളിപ്പോൾ സീരിയസ്ലി സ്പീക്കിംഗ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആയിരുന്നു നമ്മുടെ ട്രിപ്പ് വന്നിട്ട്. ഇതിപ്പോൾ ലാസ്റ്റ് ഡേ ആണ്, അതായത് സൺഡേ നമ്മൾ തിരിച്ച് പോവാണ്. നമുക്കിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യേണ്ട ടൈം 11 ആയിരുന്നു. ഇവിടെ ഇന്നിപ്പോൾ ഇന്ന് ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തു. കാരണം കുട്ടികൾക്ക് പൂള്, അതുപോലെ തന്നെ നമ്മൾ ലേറ്റ് നൈറ്റ് നല്ല രസമുണ്ടായിരുന്നു. ഇറ്റ്സ് ആക്ച്വലി വണ്ടർഫുൾ. നമ്മളൊരു 4:30 ആയി, 4:45 ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ കിടന്നപ്പോൾ. കാരണം എല്ലാവരും നമ്മൾ ഇമ്പോസ്റ്റർ ഗെയിംസ് കളിച്ചു, മറ്റേ ഇൻ ഔട്ട് അങ്ങനെയുള്ള ഗെയിംസ് കളിച്ചു. അതുപോലെ തന്നെ ലുഡോ, ക്യാരംസ്, കാർഡ്സ്. കുട്ടികൾ കുറച്ച് നേരം ടി വി കണ്ടു, കുറച്ച് നേരം ഡ്രോയിങ്സ് ചെയ്തു, കുറച്ച് നേരം അവരും കാർഡ്സും കാര്യങ്ങളും കളിച്ചു.
ഒരു എന്താ പറയുക, ഒരു 5 to 12 o'clock വരെ ഫ്രൈഡേ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഹാപ്പൻഡ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ താമസിച്ച റിസോർട്ടിൽ, നമ്മൾ എടുത്ത റിസോർട്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അവിടെ നമ്മൾ എക്സ്ട്രാ ബെഡ് വാങ്ങിച്ചു കൊടുത്ത് അന്ന് മഴ പെയ്തു. സോ മഴ പെയ്ത വിൻഡോയുടെ സൈഡിൽ കൂടെ വെള്ളം വരാം, അങ്ങനെയുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ്. കറണ്ട് ഉണ്ടായിരുന്നില്ല, ജനറേറ്റർ ഓണാക്കുന്നുണ്ടായിരുന്നില്ല, അവർക്ക് അത് അടിച്ചു പോവോ, ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചു പോകുമോ എന്നുള്ളൊരു പേടി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഓണാക്കാതെ ഭയങ്കര ഡിഫിക്കൽട്ടീസ്, കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഒരു രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നില്ലാത്തൊരു രീതി. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. നമ്മൾ പോലീസിനെ വരെ വിളിക്കേണ്ട ആവശ്യം വന്നു. നമുക്ക് അത്രയ്ക്ക് ഡിഫിക്കൽട്ടീസ് കുട്ടികളെന്ന് വെച്ചിട്ട് നമുക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഹാപ്പൻ ആയെന്ന്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ പോലീസിനെ വിളിച്ചു, നമ്മൾ ഫുൾ റീഫണ്ട് വാങ്ങിച്ചു, അങ്ങനെ ഇഷ്യൂസ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം, ആ ഒരു കുറച്ച് ടൈം നമുക്ക് ഭയങ്കരമായ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതൊഴിച്ചാൽ അവിടെ നിന്ന് നമ്മൾ വന്നിട്ട് പിന്നെ ഒരു ഹോട്ടൽ നമ്മൾ രാത്രി നമ്മൾ കിട്ടി. നല്ല റൂം, നല്ല സൗകര്യമുള്ളൊരു റൂം, അധികം റേറ്റ് ആയില്ല. അങ്ങനെ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ ഇന്നലെ സെർച്ച് ചെയ്ത് നമുക്കൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു, ഷാമിൽ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഒരുപാട് ഹെൽപ്പ്, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ വിളിച്ചു. ഈ 3 ഡേയ്സിൻ്റെ ഒരു ഇത് എല്ലാവർക്കും ഒരു ലീവ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്തും ഹോട്ടൽസ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് കിട്ടാതെ നമുക്ക് ഇത് കിട്ടി. ഇവിടെ ആക്ച്വലി 11 ഒക്കെയാണ് ടോട്ടൽ അക്കോമഡേഷൻ. 3 റൂംസ് ഉള്ളൂ. നമ്മൾ 20 പേരുണ്ട്. പക്ഷേ അവർ എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്തു. എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. നമുക്കറിയാമല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് അറിയാവുന്നവരായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ 20 പേര് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഒട്ടും നമുക്ക് അങ്ങനെ ഭയങ്കര കുത്തി നിറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഡിഫിക്കൽട്ടി അങ്ങനെ ഒന്നുമില്ല. വെരി സ്പേഷ്യസ് ഹൗസ്. നമുക്ക് ഇനിയൊരു എക്സ്ട്രാ ബെഡ് കൂടി ഇട്ടാലും നമുക്കൊരു 5 പേർക്കും കൂടി സുഖമായിട്ട്, 25 പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് നമ്മളുടെ രീതിയിൽ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കാം. അവർ പ്രത്യേകം പറഞ്ഞു ഇങ്ങനെ 11 പേരൊക്കെയാണ് അവരെടുക്കാറുള്ളൂ. പക്ഷേ ഇതിപ്പം സ്പെഷ്യൽ റിക്വസ്റ്റൊക്കെ വന്നതുകൊണ്ട് അവർ ചെയ്തു തരുന്നതാണ് എന്നവർ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും നമുക്കത് ഭയങ്കര ഉപകാരമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കുട്ടികൾക്ക് പ്രൈവസി, നമുക്ക് പ്രൈവസി. സോ എങ്ങനെയുണ്ട്? വീഡിയോസൊക്കെ കണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളുടെ എൻജോയ്മെൻറ്റൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടാവുമായിരിക്കും. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളികളും കുറേ കഥ പറച്ചിലും മതിയായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അതിന് ശേഷം ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ എല്ലാവരും ബിസിയാണ്. ഈ കുറേ കല്യാണങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒന്ന് പോസ് ചെയ്തേക്കാണ്. സോ എന്തായാലും എല്ലാവർക്കും ആ വീഡിയോസും നമ്മളുടെ കുഞ്ഞു കുഞ്ഞു തമാശകളും കളികളും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും. കുട്ടികൾക്കും എൻജോയ്മെൻ്റ് ആയിരുന്നു, നമുക്കും എൻജോയ്മെൻ്റ് ആയിരുന്നു, നമ്മളും ഹാപ്പി ആയിരുന്നു. കുറച്ച് ഇൻസിഡൻസ് നമുക്ക് ബാഡായിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ടില്ല, ഞാൻ ഇട്ടില്ല. സോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് എൻജോയ് ചെയ്തെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷം മുഖത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു. ബൈ.